ഹലോ. അപ്പോൾ നമ്മളിന്ന് വടകര വരെ പോകുന്നതാണ്. അനിയന് എക്സാം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇതിൽ പോകുന്നതാണ്. അപ്പം പോകുന്ന വഴിക്ക് കാറ്റടിക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പോൾ കണ്ടത്. ആദ്യം നമ്മൾ ട്രെയിനിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ആര് പോകുമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അത് കാറിലേക്കാക്കി പോക്ക്. പിന്നെ ഫാമിലി ട്രിപ്പ് പോലെയായി പോകുന്നതല്ലോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വടകര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ മൈസ്ട്രോ റെഡ് ഓൺലൈൻ അങ്ങനെ എന്താ വരിക. അപ്പം അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളതിൻ്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി. അവിടെ റോഡ് പണി നടക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പം നമ്മൾ താഴെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുറത്ത് നിന്ന് ബോറടിച്ചിട്ട് ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറി വന്നാണെങ്കിൽ ചൂടും വെയിലില്ല. അപ്പോൾ നമ്മൾ താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛനമ്മയും അനിയനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ എക്സാം എഴുതാൻ വേണ്ടി കയറി. എന്നിട്ട് നമ്മൾ മൂന്നാളും ഫുഡ് കഴിക്കാൻ വന്ന്. ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിൽ കുറച്ച് സമയം വെറുതെ ഇരുന്ന് പിന്നെ ബോറടിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ച് ഗൂഗിൾ നോക്കിയിട്ട് മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഗൂഗിൾ മാപ്പ് കറക്റ്റ് വഴി പറഞ്ഞു തന്നുകൊണ്ട് കൃത്യം അരമണിക്കൂർ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞേരത്ത് എത്തിയത്. അപ്പോൾ അത് കുറച്ച് ഉള്ളിലോട്ട്, നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ടേക്കാണ് ഈ സ്ഥലം. അപ്പം നമ്മൾ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം കുറച്ച് നടക്കുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെല്ലാം കണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് കണ്ടൽക്കാട്, കല്ലട്ടി, പിന്നെ ഈ കടലെല്ലാമാണ്. ഇത്രയും ഉള്ളോട്ട് വന്ന് കുറച്ച് നടന്നിട്ടെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ കൊള്ളാം. പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങിയായിരുന്നു. ഞാൻ കൈതച്ചക്കയും അച്ഛൻ നെല്ലിക്കയാണ് വാങ്ങിയത്. എനിക്ക് നെല്ലിക്ക അത്ര ഇഷ്ടമായിട്ടില്ല. കൈതച്ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പം ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിന്. അപ്പം അച്ഛനും അമ്മയും ചായയും ഞാൻ കാപ്പിയാണ് വാങ്ങിയത്. കഴിക്കാൻ വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് കടിക്കും, കട്ട്ലേറ്റും പിന്നെ ഉന്നക്കായാണ് നമ്മൾ വാങ്ങിയത്. എന്നിട്ട് തിരിച്ച് നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ ചിക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കിങ് അതിൻ്റെ ഉള്ളിലേക്ക് സാധനം വാങ്ങാൻ കയറി. അവിടെ 299 ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് വാങ്ങിയത്. എന്നിട്ട് വാങ്ങി പുറത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എക്സാമും കഴിഞ്ഞിട്ട് വന്നിനായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്.